ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായി പേരിൽ കുറച്ച് ഭൂമിയും അതിൽ നല്ല സുന്ദരമായൊരു വീടും. പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പൂവണിയുന്ന ഒരു സ്വപ്നമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നം. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ കുറച്ച് ഭൂമി സ്വന്തമായിട്ട് വാങ്ങാന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൊത്തം 57 സെൻറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് ഒരുമിച്ച് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം, അതല്ല പ്ലോട്ടായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഇത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്, ഭവനങ്ങൾക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വാങ്ങാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാണെങ്കിൽ ഈ കാണുന്നതാണ് പെരിങ്ങണ്ടൂര് മുണ്ടത്തിക്കോട് മെയിൻ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നിങ്ങളൊരു ബസ് പോയത് കണ്ടിട്ടുണ്ടാവും, അതായത് ഇത് ബസ് റൂട്ടാണ്. ആ കാണുന്നതാണ് അവിടെ നിന്നൊരു ഒരു ടേണിങ്ങില്ലേ, ആ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ നമ്മളിവിടെ കൈ കാണിച്ച ഇവിടെയും ബസ് നിർത്തും. അപ്പോൾ മെയിൻ റോഡ് ഇത്രയും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ റോഡാണ്. ഇനിയിപ്പം നമ്മൾ പ്ലോട്ടായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കുക, നമ്മൾ ഒരു ലോറിക്ക് പോകാനുള്ള ഒരു വഴി നമ്മളിവിടെ വിട്ടിട്ടുണ്ട് ഓരോ പ്ലോട്ടിലേക്കും. അപ്പം നമുക്കിങ്ങനെ ഓരോ പ്ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വഴി വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ മെയിൻ റോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത്. ഇവിടെ മൊത്തം 5 പ്ലോട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പ്രോപ്പർട്ടി കാണാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് റോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ പ്ലോട്ടിലേക്കുള്ള നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റോഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലോട്ട് വരുന്നത്, റോഡ് ഫേസ് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് പ്ലോട്ട്. ഈ ഫസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത് 17 സെൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്ലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പണികളൊക്കെ കംപ്ലീറ്റ് അല്ല, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് ഈ പ്ലോട്ടുകൾ മുഴുവൻ. അപ്പോൾ ഫസ്റ്റ് പ്ലോട്ട് വരുന്നത് 17 സെൻറ്റുള്ള ഒരു പ്ലോട്ടാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത്. ഈ പ്ലോട്ടിന് ശേഷം വരുന്നത് 10 സെൻറ്റ് വീതമുള്ള 2 പ്ലോട്ടുകളാണ്. അപ്പോൾ ഒരു പ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു പ്ലോട്ടും കൂടി അവിടെ വരുന്നുണ്ട്. 2 10 സെൻറ്റിൻ്റെ പ്ലോട്ടാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, മെറ്റലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2 10 സെൻറ്റിൻ്റെ പ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ പിന്നിലാണ് നമുക്കൊരു ഹൈലൈറ്റ് ആട്ടോ, ഈ പ്രോപ്പർട്ടി വാങ്ങണതിൻ്റെ ഒരു ഹൈലൈറ്റും കൂടി ഉണ്ട്. പിന്നിൽ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു പാടമാണ് വരുന്നത്. അപ്പോൾ ആ പാടത്തോട് ചേർന്ന് ഒരു 8 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് കൂടി ഉണ്ട്. ഒരു 7 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയും വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം മൊത്തം 5 പ്ലോട്ടുകളാണ് ഇവിടെ വരുന്നത്. ഇതാണ് നമുക്ക് പാടം ഒന്ന് കാണാട്ടോ. കാരണം ഒരു പച്ചപ്പ് കാണാൻ പറ്റാന്ന് പറയണത് ഇപ്പോൾ അന്യം നിന്ന് കൊണ്ടുപോയിരിക്കുന്നൊരു സംഭവമാണ് പച്ചപ്പ്. ഒരു ഗ്രാമീണതൊക്കെ നമുക്ക് ഈ പ്ലോട്ടിനോട് ചേർന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഒരു പാടുണ്ട് നമുക്ക് പിന്നിൽ. ഇനിയിപ്പോൾ ഈ പാടവും നമ്മളുടെ പ്രോപ്പർട്ടിയും നമ്മൾ കരിങ്കല്ലുകൊണ്ട് ഒരു ഭിത്തിയൊക്കെ കെട്ടി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭിത്തിയൊക്കെ കെട്ടി നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ അതുകൊണ്ട് പാടത്തിനും ഒരു പ്രശ്നമില്ല, നമ്മുടെ പ്രോപ്പർട്ടിക്കും ഒരു പ്രശ്നമില്ല. പിന്നെ പാടവും നമ്മുടെ ഭൂമിയും കുറച്ച് ഹൈറ്റിലാണ്. അത് നമ്മുടെ ഭൂമി കുറച്ച് പ്രോപ്പർട്ടി ഹൈറ്റിലാണ് പാടത്ത് നിന്ന്. അപ്പോൾ കണ്ടില്ലേ, പാടം നല്ല സുന്ദരമായിട്ടുള്ള ഒരു പാടാണ്. ഇങ്ങനെ ഈ പാടം ഇവിടെ ഉള്ളതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിന്റെ ലഭ്യത. വേനൽക്കാലത്ത് പോലും നമുക്ക് വെള്ളം ഇവിടെ ഉറപ്പായിട്ടും ലഭിക്കും. ഇനിയിപ്പോ മഴക്കാലത്ത് പ്രളയം വരും എന്നുള്ള പേടി വേണ്ട. നമ്മുടെ പ്രോപ്പർട്ടി ഹൈറ്റിലായിട്ടുള്ള കാരണം വെള്ളം ഒരിക്കലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറൂല. പിന്നെ അത് മാത്രമല്ല, പ്രൈവസി ഉണ്ട്, ഒരു നല്ല കാറ്റൊക്കെ കിട്ടും, പിന്നെ ഒരു പച്ചപ്പൊക്കെ കാണാം. മനസ്സിനും കണ്ണിനും എല്ലാം നല്ലൊരു കുളിർമയാണ് ആ പാടം അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന 4 പ്ലോട്ടുകൾക്കും നമുക്ക് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ നമുക്ക് വീടുകളൊക്കെ പണിയാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഈ വരുന്നത്. ഇനി നമുക്ക് സ്കെച്ച് കൊടുക്കുന്നുണ്ട്, പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽഡ് സ്കെച്ച്. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കാം. അപ്പൊ പ്രോപ്പർട്ടിനെ കുറിച്ച് നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്താണ്. അതുപോലെ തന്നെ ESI ഹോസ്പിറ്റലും ഈ പ്രോപ്പർട്ടിയും തമ്മിൽ 700 മീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി 5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ നമുക്ക് ദേവമാത ഇന്റർനാഷണൽ സ്കൂളുണ്ട്.
ഇനി നമുക്കൊരു 3 കിലോമീറ്റർ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അത്താണി സെൻറ്ററായി. അവിടെ JMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അത്താണി സെൻറ്ററിൽ ഇല്ലാത്ത സ്ഥാപനങ്ങളൊന്നുമില്ല. ജിമ്മുണ്ട്, ഷോപ്പിങ്ങിനായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്ക് ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു പക്ക റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നിങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമാണ് ആവാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് അതറിയണ്ടേ? ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് 3.5 ലക്ഷം, പെർസെൻറ്റിന് 3.5 lakhs ഓൺവേർഡ്സ് ആണ്, നെഗോഷ്യബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.